ഗുഡ് മോർണിംഗ്. രാവിലെ ആയപ്പോൾ എണീറ്റു, താഴെ വന്നു, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഒന്നിനും തോന്നുന്നില്ല എന്നേ, ഒരു നിർവികാരതയാണ് മൊത്തത്തിൽ. പ്രത്യേകിച്ച് ഈ വീട്ടിലും കൂടെ അല്ലേ, അപ്പം വല്ലാത്തൊരു നിർവികാരതയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പ്രൊജക്റ്റിൻ്റെ കാര്യം ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ ഞാൻ കുറേ നേരത്തേക്ക് ബിസി ആയിക്കോളും, കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല, നോക്കാം. എണീറ്റു, പല്ലൊക്കെ തേച്ചു, താഴെ വന്നിരിക്കും. ഭക്ഷണം ചൂടാക്കി കഴിക്കണം. അതിനൊന്നും തോന്നുന്നില്ലെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കും വല്ലാത്തൊരു കുറ്റബോധമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, എനിക്ക് ആലുവയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കാര്യം, പ്രൊജക്റ്റ് 30-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്കും സബ്മിറ്റ് ചെയ്യണം. ഈ 2 കാരണങ്ങൾ കൊണ്ടും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്നതാണ്. അപ്പം ഞാൻ പോയായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായേനല്ലോ എന്നുള്ളൊരു കുറ്റബോധം എന്നെ വല്ലാണ്ടാലിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിർത്തിയാലും മതിയായിരുന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്തൊക്കെയോ അങ്ങനെ പല രീതിയിലും വല്ലാത്തൊരു കുറ്റബോധം, സങ്കടം, നിരാശ, അതൊക്കെയാണിപ്പോൾ മെയിനായിട്ട്. എന്തിനാ കള്ളം പറയുന്നത്? ഇതേപോലെയുള്ള പല സിറ്റുവേഷൻസിലും ഞാൻ യൂട്യൂബിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്തിട്ടുള്ളത്. പക്ഷെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ഭാഗമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്കായാലും ആരോടെങ്കിലൊക്കെ ഒന്ന് പറയണ്ടേ. അച്ഛനും അമ്മയും 2 പേരും സങ്കടപ്പെട്ടിരിക്കുക. എത്രയും നാളുണ്ട് ഞാൻ അവരോട് ഇത് പറയാം. അവരും എൻ്റെ അതേ അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് അമ്മ, ഞങ്ങൾ 2 പേരെ കഴിഞ്ഞും കുറച്ചും കൂടെ മോശം സിറ്റുവേഷനിലാണ് പോണത്. അമ്മയ്ക്ക് അവളെന്ന് പറഞ്ഞ ജീവനായിരുന്നു. ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ജോളി അങ്കിൾ ഇപ്പോൾ വീട്ടിൽ വന്നായിരുന്നേ. വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതാ, ഇത് കട്ട്ലേറ്റാണ്, ഇത് പപ്സാണ്, ഇത് കേക്ക്, അച്ചപ്പം, ബിരിയാണി, അതിൻ്റെ അച്ചാറ്, ഇത് അവരുടെ വീട്ടിലുണ്ടായ മാങ്ങ, അങ്ങനെ എല്ലാം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പാവം, അദ്ദേഹം വന്നപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾ ആ സംസാരത്തിലായിപ്പോയി. അങ്ങനെ പാവം. അപ്പോൾ അമ്മ വീഡിയോ കോളിൽ വിളിച്ചായിരുന്നു. ചായ ഇട്ടു, പാല് ഒഴിച്ചപ്പോൾ കുറച്ച് താഴെപ്പോയി. അത് ഇങ്ങോട്ടേക്കൊന്ന് മാറ്റിയതാണ്, തുടച്ച് മാറ്റിയതാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ കഴുകണം. അത് കാപ്പിപ്പൊടിയാണ്, ഇട്ടപ്പിച്ചിരി കുളിപ്പി. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ രാവിലെ കാപ്പി കുടിച്ചിട്ടായിരുന്നു. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. മോളിലേക്ക് പോകണം. ഇപ്പോൾ സമയം 11:30ആയി. അപ്പോൾ പ്രൊജക്റ്റ് കുറച്ചൊക്കെ ഇങ്ങനെ നടക്കുന്നു, ഒരു വഴിക്ക് എഴുതി. പിന്നെ അല്ലാത്ത സമയം ഇങ്ങനെ വെറുതെ ഇരിപ്പല്ലേ. അപ്പോൾ ഈ വീട്ടിലിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവളുടെ ഓർമ്മകളാണ് മുഴുവൻ ഈ വീട്ടിലെ. അറിയാമല്ലോ, നിങ്ങൾ വീഡിയോ കാണുന്നതല്ലേ, അപ്പം ഒന്നിനും തോന്നുന്നില്ല ശരിക്കും. പിന്നിപ്പം കോഴിക്കോടുള്ളൊരു റെസ്ക്യൂ ടീമിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർ പോയി അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവം സഹായിച്ച ഒരു ചൊവ്വാഴ്ച പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെങ്കിലും അവിടെ നിന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ഇത് നമുക്ക് ഇന്നലെ കിട്ടിയ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഓഡിയോ ബൈബിൾ. ഇതിനൊരു ടോർച്ചുണ്ട്, ഞാൻ അതിൻ്റെ പവർ കാണിച്ചു തരാം. അതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫാക്കിയതിപ്പോൾ. ഇപ്പോൾ നോക്കിയോട്ടാ, 3 മോഡുണ്ട്. ഏറ്റവും അറ്റത്തെ മോഡിൻ്റെ പ്രകാശം നോക്കി നിങ്ങൾ എന്തുമാത്രം ഉണ്ടെന്ന് നല്ലപോലെ കാണാൻ പറ്റുന്നില്ലേ? എന്താ
ഉമ്മോ നല്ല ലൈറ്റ് ഉണ്ട് ഇതിന്. ഇത് വെച്ച് വേണം നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാൻ പറ്റുമായിരിക്കും ഇപ്പം ക്ലിയറായിട്ട്. അമ്മ പോയ പിന്നെ ഞാൻ ഈ റൂമിൽ കയറിയിട്ടേ ഇല്ല. അമ്മ പോയ അന്ന് ഞാൻ ഇവിടെ കിടന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. കാരണം ഉച്ചയ്ക്കായപ്പോഴത്തേക്ക് അവൾ പോയി എന്നുള്ളത് അറിഞ്ഞല്ലോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം. അവൾ അമ്മയുടെ കൂടെ കിടന്നിട്ടിരുന്നു. അപ്പം ഇത് അവൾക്ക് വേണ്ടി തന്നെ വിരിച്ചിട്ടതാണ്. ഇവിടെ വന്ന് കിടക്കുമായിരുന്നു അവൾ. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ ക്യാമറ കാണിക്കാറില്ല. ഇവിടെ വന്നിങ്ങനെ ഇരിക്കും കുറേ നേരം. എന്തിനാ നിങ്ങളെയും കൂടെ ഇങ്ങനെ കാണിക്കണമെന്ന് വിചാരിക്കും. ഇവിടെ വന്ന് ഈ കയറൊക്കെ ഇങ്ങനെ എപ്പോഴും മുകളിൽ പോകുമ്പോൾ അവളുടെ കഴുത്തിലിടുന്ന കയറാണ്. ഇതൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ ഇരിക്കും. രാവിലെ ആകുമ്പം പുല്ല് തിന്നാൻ പോകാനൊക്കെ ഇങ്ങനെ വിളിക്കുമല്ലോ. അപ്പം അവളാണ് മിക്കവാറും എന്നെ കുത്തിപ്പൊക്കാറ്. അമ്മയില്ലെങ്കിൽ അവളാണ് എന്നെ വന്ന് കുത്തിപ്പൊക്കുന്നത് പുല്ല് തിന്നാനൊക്കെ ആയിട്ടേ. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അതിൻ്റെ വിഷമം ശരിക്കും മനസ്സിലാവുന്നുണ്ടേ. അപ്പോൾ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വരണ്ട, ഇപ്പോൾ ഉടനെ ഒന്നും വരണ്ട, കുറച്ച് കഴിയട്ടെ. എന്നിട്ട് ഞാൻ അമ്മേനോട് വയനാട് പിടിച്ചിർത്തിയേക്കുന്നത്. കാരണം എനിക്കറിയാവുന്നേ അതിൻ്റെ ഒരു വിഷമം. എന്നെക്കാളും അമ്മ എന്ന് പറയുമ്പോൾ അവൾ ഓരോ സെക്കൻഡും സെബാ സെബാ സെബാന്ന് വിളിച്ചു കിടന്ന് ഊണിലും ഉറക്കത്തിലും വരെ അവളുടെ കൂടെ തന്നെയായിരുന്നല്ലോ. അപ്പം അമ്മയുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് എന്നെക്കാളും കൂടുതൽ വിഷമമാവും. ഇപ്പം തന്നെ പാവം സഹിക്കാൻ പറ്റുന്നില്ല. ഈ റൂമായിരുന്നു സെബയുടെ ഫേവറേറ്റ് റൂം. എപ്പോഴും ഇവിടെയായിരുന്നു അവളുടെ അഭയസ്ഥാനം. എൻ്റെ റൂമിൽ വന്ന് കിടന്നാലും അമ്മ എപ്പോഴും പറയും സെബയ്ക്ക് ഇഷ്ടം ഈ റൂമാണ്. അതുകൊണ്ട് ഈ റൂമിൽ കയറാൻ എനിക്കിപ്പോൾ ഇഷ്ടമല്ല. ഞാൻ ഇങ്ങോട്ട് കയറാറുമില്ല. അപ്പുറത്ത് എൻ്റെ റൂമിലേ കയറാറുള്ളൂ. എല്ലാവരും കയറാറുണ്ടായിരുന്നില്ല, ഇപ്പോൾ പ്രത്യേകിച്ച് കയറാറില്ല. അത്ര തന്നെ. തിരിച്ച് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. കിട്ടണം. അതല്ലേലും ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ ആ നഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു, നമ്മൾ അവരെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നു. ശരിയല്ലേ? ഞാൻ ശരിക്കും ഒറ്റ മോനാ. എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമെങ്കിൽ ഇപ്പോൾ ഇതാരും കാണുന്നുണ്ടെ പറയാം, ഞാൻ ഒറ്റ മോനാ. എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. അപ്പം ഒരു പ്രമുഖ കോളേജിൽ നിന്നൊക്കെ ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഒറ്റപ്പെടല, എനിക്കൊരു കൂട്ട് വേണം. ഞാൻ ആദ്യം പറഞ്ഞു എനിക്കൊരു പട്ടിയെ മേടിച്ച വീട്ടിൽ പറഞ്ഞ് പട്ടിനെ മേടിച്ച് കഴിഞ്ഞാൽ നിനക്കിവിടെ വളർത്താൻ പാടാണ്, ഇത് വില്ലയാണ്. എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇത് വില്ലയാണ്. അപ്പം ഇവിടെ പട്ടിനെ നോക്കാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞിട്ടാണ് പൂച്ചേനെ മേടിച്ചത്. അതും പെറ്റ് ലോകം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ബിനോയ് എന്ന് പറഞ്ഞൊരാൾ ഇട്ട പോസ്റ്റാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ഛനെ പറഞ്ഞ് അന്ന് അമ്മ ഇവിടെ ഇല്ലാത്തൊരു സമയത്ത് ഞാനും അച്ഛനും കൂടെ പോയി അവളെ ഒരു കാർട്ടൺ ബോക്സിനകത്ത് ഇട്ടുകൊണ്ട് വന്ന് ഭയങ്കര കുഞ്ഞിതാന്നേരം പൊടിക്കുഞ്ഞായിരുന്നു.
അവിടെ പോയി കൊണ്ടുവന്ന് അമ്മേനെ കാണിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ അവളോടൊന്നും എനിക്ക് പൂജനെ കണ്ണെടുത്ത കണ്ടുകൂടാ, ഇവിടുന്ന് കൊണ്ടുപോക്കണം എന്നൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എല്ലാം അവരോട് ക്ലോസായി. പിന്നെ അവരുടെ ഒരു ബോണ്ട് പെട്ടെന്ന് അവർ ഭയങ്കര ബോണ്ടായിരുന്നു. അവൾക്കാണേലും അമ്മയ്ക്കായാലും പരസ്പരം കാണാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവൾ ഇങ്ങനെ കിടങ്ങുകയും ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ഒരു കൂട്ടാണ് പോയത്. എല്ലാമായിരുന്നു. അവൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലേലും സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലൊക്കെ അവളോട് ഞാനിങ്ങനെ എപ്പോഴും, അവൾ മുറി വരുവേ എൻ്റെ മുറിയിൽ. അപ്പോൾ അവളിങ്ങനെ പിടിച്ചിട്ട് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ എന്ന് വെച്ചാൽ സ്കൂളിൽ പോയതല്ല, മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ അവളെ പിടിച്ചിരുത്തി അവളോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ലെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാനിങ്ങനെ പറയും. അങ്ങനെ അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നാളെ കാണാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് വലിയ കണ്ടൻ്റൊന്നുമില്ല. ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യുന്നു അതാണ് വീഡിയോയിൽ കാണിക്കുന്നത്, അത്ര തന്നെ. അപ്പോൾ ശരി, കാണാം.